ചെന്താർമങ്ങും മുഖം ചേതനനയനയുഗം ചാരുനെറ്റിത്തടം നൽപൊന്താരിൽ കാന്തി പൊങ്ങും പ്രഭയൊടു പുരുരോമാളിയാളുന്ന പൂമൈ ചന്തത്തിൽ ജാനുവോളം വരുമരിയകരാബ്ജങ്ങളും തുംഗഭക്തിയാ ചിന്തിച്ചുള്ളത്തിലേന്തി ഗുരുചരണയുഗം സന്തതം ഞാൻ തൊഴുന്നീൻ. ഓം ശ്രീനാരായണ ഗുരുരാധ്യ ശ്രീശിവലിംഗാര്യമധ്യമാം ശ്രീബോധാനന്ദപര്യന്താം വന്ദേ ഗുരുപരമ്പരാം വന്ദേ ഗുരുപരമ്പരാം വന്ദേ ഗുരുപരമ്പരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഹൃദയ കമലത്തിൽ പ്രകാശിതമായ അറിവിൻ്റെ സ്വരൂപത്തെയാണ് സഗുണരൂപത്തിൽ നമുക്ക് ഉപാസിക്കുന്നതിന് ശാരദാ ദേവിയായി ഗുരു പ്രതിഷ്ഠിച്ച് നൽകിയിരിക്കുന്നത്. ആ അറിവ് എന്താണ് എന്ന് ഗുരുദേവൻ്റെ കൃതികളിൽ ആകെ നിറഞ്ഞ് പ്രകാശിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ വർഷം ഗുരുവിൻ്റെ പ്രഥമ പ്രതിഷ്ഠയുടെ ആദ്യത്തെ ഗുരുദേവ പ്രതിഷ്ഠ നിർവഹിക്കുന്നത് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലാണ്. ആ പ്രഥമ പ്രതിഷ്ഠയുടെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ അങ്ങനെയൊരു പ്രതിഷ്ഠ ഉണ്ടാകുന്നതും ഗുരുദേവൻ ആ പ്രതിഷ്ഠയുടെ കവറ് പൊട്ടിച്ച് സിലോണിൽ വെച്ച് ആ പ്രതിമ കാണുന്നതും ഒന്നുമില്ലാതെ തന്നെ ആഹാരവും വെള്ളവും ഒന്നുമില്ലാതെ അത് ദീർഘകാലം ജീവിച്ചുകൊള്ളുമല്ലോ എന്ന് ആശീർവദിച്ചതും അത്തരത്തിൽ അതുതന്നെ ചരിത്രത്തിലെ ഒരപൂർവതയാണ്. ഒരു മഹാഗുരു യുഗങ്ങളോളം ലോക അനുഗ്രഹം ചെയ്യുന്ന തൻ്റെ തന്നെ ആ രൂപത്തെ ഗുരു നേരിട്ട് പുറംചട്ട മാറ്റി കാണുമ്പോൾ ഉള്ള ആ ധന്യമായ നിമിഷം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അത്രയും മഹത്വം ലോകം മറ്റേത് ഗുരുവിന് നൽകിയിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. ഇന്ന് നമ്മൾ അവതാര പുരുഷന്മാരായി ദൈവസ്വരൂപങ്ങളായി ആരാധിക്കുന്ന മഹാഗുരുക്കന്മാർ ആർക്കും തന്നെ അത്തരത്തിലുള്ള ഒരു സമാരാധന ലോകം നൽകിയിട്ടില്ല എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഭഗവാൻ ശ്രീബുദ്ധനോ യേശു ക്രിസ്തുവിനോ നബി തിരുമേനിക്കോ മറ്റു ഗുരുക്കന്മാർക്കാർക്കും അവർ ജീവിച്ചിരുന്ന ഒരു കാലയളവിൽ ജനങ്ങൾ ഇത്തരത്തിൽ കൊണ്ടാടിയിട്ടില്ല, ആരാധന ചെയ്തിട്ടില്ല. ഒരു ഭക്ത കവി പാടിയിട്ടുണ്ട്: നാരായണ ഗുരുദേവൻ ദിവ്യനാരാണെന്നാരറിയുന്നു, ജീവിച്ചിരുന്നൊരു നാളിൽ ആരും പൂവിട്ടു പൂജിച്ചിരുന്നു. ആ ദിവ്യനായ ഗുരു ആരാണെന്ന് ആരും തന്നെ അറിയുന്നില്ല. നേരിട്ട് കണ്ടവരന്നെ അന്യേ ആരും നേരെ അറിഞ്ഞില്ല തന്നെ. അത്തരത്തിൽ ഗുരുസ്വരൂപത്തെ നിരന്തരമായി ധ്യാനിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഹൃദയശുദ്ധിയുള്ള ആളുകൾക്ക് മാത്രമേ വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ.
എന്നാൽ ശ്രീനാരായണ ഗുരുദേവനാകട്ടെ ആർക്കും വെളിപ്പെടുന്ന രൂപത്തിൽ, ആർക്കും തിരിച്ചറിയത്തക്ക വിധത്തിൽ എല്ലാവരുടെ ഹൃദയത്തിലും തേജോമയനായി ദിവ്യമായ പ്രകാശമായി നിറഞ്ഞു പ്രകാശിച്ചു. ആ ഗുരുവിൻ്റെ തിരുസ്വരൂപത്തെയാണ് ഗുരു തന്നെ നേരിട്ട് കാണുന്നത്. അങ്ങനെ പ്രതിഷ്ഠിച്ച ആ പ്രതിഷ്ഠ, അതിനു മുമ്പ് ചിത്രം വെച്ച് ആരാധിച്ചിരുന്നു. അതെവിടെയാണ്? ഗുരുദേവൻ്റെ ആദ്യ ചിത്രം പ്രതിഷ്ഠിക്കുന്നത് കോലത്തുകരയിൽ അല്ലേ? ഇന്നും നമുക്കത് ദർശിക്കാൻ സാധിക്കും. മനോഹരമായ ആ ചിത്രം അവിടെ പ്രതിഷ്ഠിച്ചത് ഗുരുവിൻ്റെ ചിന്നസ്വാമി എന്ന് പ്രസിദ്ധനായ കുമാരുവാണ്. കുമാരനാശാൻ, മഹാകവി കുമാരനാശാനാണ് അവിടെ ആ ചിത്രം സ്ഥാപിക്കുന്നത്. ഗുരു ഒരിക്കൽ യാത്ര ചെയ്ത് ക്ഷീണിച്ച് നടന്ന് ശിഷ്യന്മാരോടൊത്ത് കോലത്തുകരയിലെ ആൽച്ചോട്ടിൽ വന്നിരുന്ന് വിശ്രമിക്കുമ്പോൾ അവിടെ പൂജ നടക്കുകയാണ്, ഗുരുപൂജ. ഗുരു വന്നത് എല്ലാവരും ഒന്നും അറിഞ്ഞില്ല. അപ്പോൾ എന്താണ്, അവിടെ പൂജ നടത്തി ആരാധന നടന്നപ്പോൾ കൂടിയിരുന്ന ജനങ്ങളെല്ലാം ആ ക്ഷേത്രത്തിലേക്ക് ഓടിപ്പോയി ഗുരുവിൻ്റെ മഹാ ആരതി കൈതൊഴുന്നു. ഗുരു ഇത് നേരിട്ട് കണ്ട് പറയുന്നു, ആ കൊള്ളാം, നല്ല കാര്യം, നാം ഇവിടെ വിശന്നിരിക്കുന്നു, അവർ പടത്തിന് ഊണ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ ഗുരുപൂജ സമയമായപ്പോൾ കൃത്യം ഗുരുപൂജ അവിടെ ഗുരുവിന് നിവേദ്യങ്ങളെല്ലാം കൊണ്ടുവച്ച്, വിഭവങ്ങൾ കൊണ്ടുവന്ന് വെച്ച് കൃത്യമായി ഗുരുപൂജ കോലത്തുകരയിൽ നടക്കുകയാണ്. ആ പൂജ 5 മണിക്ക് നടക്കുന്ന പൂജ 5:05 അവിടെ സമ്മതിക്കില്ല. കൃത്യം 5 5 മണിക്ക് അവിടെ ഗുരുവിന് ആരാധന നടന്നിരിക്കണം. അത് ജനങ്ങളുടെ വികാരമാണ്. എത്രയോ ആളുകൾ വെളുപ്പിന് എല്ലാ ദിവസവും വന്ന് 5 മണിക്ക് പൂജ തൊഴുതു പോകുന്നു, ഗുരുപൂജ തൊഴുന്നു. അത് കോലത്തുകരക്കാരുടെ ഐശ്വര്യമാണ്. കുളത്തൂറുകാർ പാവങ്ങളാണ്, അവർക്കെല്ലാം ഉണ്ടാകും എന്ന് ഗുരു അനുഗ്രഹിച്ചു. അന്നൊന്നുമില്ല അല്ലേ, പരന്നു കിടക്കുന്ന വെടും പ്രദേശം മാത്രം ഉള്ള സ്ഥലത്ത് ഗുരു അനുഗ്രഹം തോന്നും, അവർക്കെല്ലാം ഉണ്ടാകും എന്ന് പറഞ്ഞു അനുഗ്രഹിച്ചു. പിന്നീടൊരു വാക്കുകൂടി പറഞ്ഞെന്താണ്, ഭാഗ്യം വരും, ഭാഗ്യം കപ്പലിൽ വന്നു ചേരും എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും വിചാരിച്ചെന്താണ്, എന്തെങ്കിലും സ്വർണമോ രത്നമോ നോട്ടുകെട്ടൊക്കെ ഇങ്ങനെ കപ്പലിൽ വന്നു ചേരും. പിന്നീട് വന്നു വലിയ വലിയ സ്ഥാപനങ്ങൾ. 100 വർഷത്തിന് ശേഷം വലിയ ടെക്നോ പാർക്കും ഇൻഫോസിസും ഒക്കെ നമ്മൾ റോഡിൽ പോകുമ്പോൾ അറിയാം, അതെല്ലാം കപ്പൽ രൂപത്തിലാണ് പണിത് വച്ചിരിക്കുന്നത്. അതോടുകൂടി ആ പ്രദേശത്തിന് ആകെ ഉയർച്ചയായി, ആളുകൾക്ക് ജോലി ലഭിച്ചു. ഈ സ്ഥലമെല്ലാം വലിയ ടെക്നോ പാർക്കും ഒക്കെ ഏറ്റെടുത്തപ്പോഴെന്താണ്, അതിന് പ്രതിഫലമായി സ്ഥലം കൊടുത്ത ആളുകളുടെ മക്കൾക്ക് ജോലി കൊടുത്തു, അവർക്ക് ധാരാളം ധനം കൊടുത്തു. അത്തരത്തിൽ പാവങ്ങളായ കുളത്തൂരുകാരെ ഉന്നതിയിലേക്ക് നയിച്ചത് ആ ഗുരുവിൻ്റെ സാന്നിധ്യവും അനുഗ്രഹവുമാണ്. അത്തരത്തിൽ ഭഗവാൻ എവിടെ എവിടെ തൃപ്പാദങ്ങൾ സ്പർശിച്ചോ അവിടെയെല്ലാം പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ഉയർച്ച. മുൻപോൽ മേന്മ തൊടുന്നോർ കരുളുംകാൽ എന്നാണ് ആശാൻ വാഴ്ത്തിയത്. മേന്മ തൊടുന്നവർ, ആ കാല് തൊടുന്നവർക്ക്, ആരാണോ ഗുരുവിൻ്റെ പാദങ്ങളെ സ്പർശിക്കുന്നത് അവർക്ക് എന്നെന്നും മേന്മ തൊടുന്ന, അവർ മേന്മയെ കൊടുക്കുന്ന ശ്രേഷ്ഠമായ കാൽത്തുമ്പോടുകൂടി ഭഗവാൻ ദീർഘകാലം ജീവിച്ചാലും എന്നാണ് ഗുരുസ്തവത്തിൻ്റെ അവസാന പദ്യത്തിൽ ആശാൻ ഗുരുവിന് ചിരായുസ് നേരുന്നത്. ആ പദ്യം നമ്മളിപ്പോൾ ചൊല്ലാറില്ല, അതാണ് മഹാസമാധിക്ക് ശേഷം ആ പദ്യം ഒഴിവാക്കിയിരിക്കുന്നു. അത്തരത്തിൽ ലോക അനുഗ്രഹം ചെയ്ത ആ മഹാഗുരുവിൻ്റെ അഭൗമമായ കാന്തിയും ചൈതന്യവും നിറഞ്ഞ് പ്രകാശിക്കുന്ന ആ വിഗ്രഹം തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പോയി നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. എല്ലാവരും പോയി ദർശിച്ചിട്ടുണ്ടോ? ദർശിച്ചിട്ടുണ്ട്. എല്ലാവരും പോയിട്ടില്ല. പോയിട്ടുള്ളവരൊക്കെ ഒന്ന് കൈവക്കുകയെ. കുറേ പേര് പോയിട്ടുണ്ട്, കുറേ പേര് പോകാതെയുണ്ട്. എന്ത് പറ്റി? അങ്ങ് വരെ പോകണ്ടേ അല്ലേ? ഈ പള്ളാത്തുരുത്തി വരെ വരുന്ന പാടറിയാം. ഇനി തലശ്ശേരിക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഒരു പാടുമില്ല അല്ലേ? നമുക്ക് പരീക്ഷത്തിന് ശേഷം ഗുരുധർമ്മ പ്രചരണ സഭ ഒരു യാത്ര അറേഞ്ച് ചെയ്ത് വണ്ടി പിടിച്ച് എല്ലാവരെയും തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പോയി. ജഗന്നാഥ ക്ഷേത്രം, സുന്ദരേശ്വര ക്ഷേത്രം, ശ്രീകണ്ഠേശ്വര ക്ഷേത്രം മഹാക്ഷേത്രമാണ്. ഇന്ന് കാണുന്ന മഹാക്ഷേത്രങ്ങളെ പോലെ വൈക്കം, ഏറ്റുമാനൂർ പോലുള്ള മഹാക്ഷേത്രങ്ങൾ അത്രയും വലിപ്പമുള്ള മഹാക്ഷേത്രമാണ് കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം. അതൊക്കെ കുതിരോളി ഗോകർണനാഥ ക്ഷേത്രം. അവിടെയെല്ലാം പോയി
ഗുരുവിൻ്റെ ചൈതന്യം നമ്മുടെ ഈ നാട്ടിൽ മാത്രമല്ല, അങ്ങ് കുദ്രോളിയിലും ഗുരുവിനെ എങ്ങനെ ആരാധിക്കുന്നു എന്ന് നമ്മൾ കാണുമ്പോഴാണ് നമ്മൾ അറിയാതെ കൈകൂപ്പി പോകുന്നത്. വെണ്ണക്കല്ല് ആ വിഗ്രഹത്തിൽ നവരത്നം പതിച്ച കിരീടം വെച്ച് അലങ്കരിച്ചാണ് ഗുരുവിന് സവിശേഷമായ ആരതി ചെയ്യുന്നത്. 1ഉം 2ഉം ആരതിയൊന്നുമല്ല, 6ഓ 7ഓ തട്ടത്തിലെന്താണ് പല ആരതികളൊക്കെ നിരത്തി വെച്ച് വാദ്യമേളങ്ങളോടുകൂടി ഗംഭീരമായ പൂജയും സമാരാധനയും നമുക്ക് 3 നേരവും അവിടെ കാണാൻ സാധിക്കും. അവിടെ ഗുരുവിന് നിവേദിക്കുന്ന പാൽക്കാപ്പി ചരിത്രം നമുക്കറിയാം. എങ്ങനെയാണ് ഒരു പാൽക്കാപ്പി നിവേദ്യമായത്? സംസാരശേഷിയില്ലാത്ത കുരകപ്പയുടെ മകൾ ഭഗവാൻ പാൽക്കാപ്പി നൽകി അനുഗ്രഹിച്ചതോടുകൂടിയാണ് ആ കുട്ടി സംസാരിക്കുവാൻ തുടങ്ങിയത്. ഗുരു കുടിച്ച കാപ്പിയുടെ അല്പം ഗുരുസ്തവത്തിൽ പറയും, യസ്യനഃ കൽപ്പതേ സിദ്ധൈഹി പാദാംബുജ രജോലവഹ. ഗുരു നമ്മളെ അനുഗ്രഹിക്കണ്ട, ഏതാണ് നിങ്ങൾ നന്നാകട്ടെ അല്ലെങ്കിൽ ഉന്നതി ഉണ്ടാകട്ടെ എന്ന് ഗുരുവിൻ്റെ മനസ്സിൽ പോലും സങ്കല്പം വേണ്ട. മറിച്ചെന്താണ്, ഗുരുവിൻ്റെ പാദം പതിഞ്ഞ ആ മണ്ണിലെ പാദാംബുജ രജോലവഹ, അതിൻ്റെ ഒരു കണികയുടെ കണിക നമ്മുടെ ദേഹത്തിൽ സ്പർശിച്ചാൽ ആ ഒരു കണിക നമ്മളെ അനുഗ്രഹിച്ചാൽ മതി, അല്ലേ? അത്രയും പരിശുദ്ധമായ ബ്രഹ്മതത്വത്തിൽ സ്വയം അമർന്ന് സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപനായി വിരാജിക്കുന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ ശക്തി എന്താണ്? അവിടുത്തെ പാദാംബുജ രജസിൽ പതിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഒരു കണിക എന്താണ്? നമ്മളിൽ വന്നു ചേർന്നാൽ ആ കണിക നമ്മളെ അനുഗ്രഹിച്ചു കൊള്ളും എന്നാണ് ഗുരുവിൻ്റെ സശിഷ്യനായ ശിവലിംഗദാസസ്വാമികൾ ഏത് കൃതിയിൽ ഗുരു ഷഡ്കത്തിലൂടെ ലോകത്തെ ഉദ്ബോധിപ്പിക്കുന്നത്. ഇവരെല്ലാം വെറുതെ പറയുന്ന കാര്യമല്ല, മറിച്ചെന്താണ്, നേരിട്ട് കണ്ട അനുഭവത്തെയാണ്, സത്യവസ്തുതയാണ്, അനുഭവ സാക്ഷ്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത്രയും മഹോന്നതനായ ഒരു മഹാഗുരുവിൻ്റെ ദിവ്യമായ പ്രതിഷ്ഠയുടെ ശതാബ്ദി ലോകമെങ്ങും ആഘോഷിക്കേണ്ടതുണ്ട്, ലോകമെമ്പാടും ആഘോഷിക്കേണ്ടതുണ്ട്. മറിച്ചെന്താണ്, ഒരു ചരിത്ര പുരുഷനും ഒരു യുഗാചാരനും ലഭിക്കാത്ത ആരതിയും ബഹുമതിയുമാണ് ശ്രീനാരായണ ഗുരുദേവന് ലോകം നൽകിയിരിക്കുന്നത്. അനേകം സഭകൾ, ബ്രാഹ്മണ സഭകൾ പോലും ഗുരുവിന് മംഗളപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ഗുരുവിന് മഹാപരിനിർവാണത്തിന് ശേഷം തിയോസഫിക്കൽ സൊസൈറ്റി എഴുതിയ ഒരു ലേഖനം നമുക്ക് വായിക്കാൻ സാധിക്കും. ലോകത്തെ ഇതിവൃത്തങ്ങളിലെ അവതാര പുരുഷന്മാരിൽ ശ്രീനാരായണ ഗുരുദേവൻ ഉപാസനാദേവനായി തീരും എന്നാണ് തിയോസഫിക്കൽ സൊസൈറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗുരുദേവൻ ഉപാസനാദേവനായി തീരും, ശ്രീബുദ്ധനെയും ശ്രീകൃഷ്ണനെയും പോലെ ലോകം ആരാധിക്കുന്ന ഉപാസനാ മൂർത്തിയായി തീരും എന്നുള്ളതാണ്. അത്തരത്തിൽ ലോകത്തിന് ഉപാസനാ മൂർത്തിയായി തീർന്ന ആ തിരുവിഗ്രഹം നിർമ്മിക്കുന്നതിന്, അതിൻ്റെ രൂപകൽപ്പന ചെയ്യുന്നതിന് വേണ്ടി ഒരു ഫോട്ടോഗ്രാഫറെ ശിവഗിരിയിലേക്ക് അന്നത്തെ പ്രതിമാ നിർമ്മാണ കമ്മിറ്റി അയക്കുന്നുണ്ട്. ശേഖരൻ എന്നാണ് ആ ഫോട്ടോഗ്രാഫറുടെ പേര്. ശേഖരൻ ശിവഗിരിയിൽ വന്ന്, ട്രെയിനിൽ യാത്ര ചെയ്ത് ശിവഗിരിയിൽ വന്ന് ഗുരുവിന് ചിത്രം എടുക്കുന്നതിന് വേണ്ടി അനുമതി ചോദിക്കുന്നുണ്ട്. വെറുതെ വന്നതല്ല, യാത്ര ചെയ്ത് വന്ന് വർക്കല ഓവിൽ കുളിച്ച് നല്ല ശുഭ്രമായ ഉചിതമായ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഉത്തരീയം ഒക്കെ ഇട്ട് ഗുരുവിന് മുമ്പിൽ വണങ്ങി നിൽക്കുകയാണ്. എന്തിനു വേണ്ടി? ഫോട്ടോ എടുക്കുന്നതിന് തൃപ്പാദങ്ങൾ അനുമതി കൊടുക്കണം. ഗുരു ചോദിച്ചു, പടമെടുക്കാനോ? നമ്മുടെയോ? കൊള്ളാം എന്ന് പറഞ്ഞിട്ട് മുറ്റത്ത് നിൽക്കുന്ന പർണശാലയുടെ മുമ്പിലുള്ള ആ മാവിനെ ചൂണ്ടിക്കാണിച്ച് ചോദിച്ചു, ശേഖര, ഈ മാവിൻ്റെ പടം എടുക്കാമോ? ശേഖരൻ പറഞ്ഞു, എടുക്കാം. എന്താണ്, കയ്യിൽ ക്യാമറ ഇരിക്കുന്നു, എന്ത് പടം വേണമെങ്കിലും എടുക്കാം. ശേഖരൻ പറഞ്ഞു, മാവിൻ്റെ പടം എടുക്കാം സ്വാമി. പിന്നീട് ചോദിച്ചു, ഇതിലുണ്ടായിരിക്കുന്ന ഒരു മാമ്പഴത്തിൻ്റെ പടം എടുക്കാമോ? ശേഖരൻ പറഞ്ഞു, അതും എടുക്കാം, മാമ്പഴത്തിൻ്റെ പടം എടുക്കാം. ഇതൊന്നും അറിയാത്ത ഗുരു ഇതൊക്കെ അറിയാനുള്ള കൗതുകം കൊണ്ടാണ് ചോദിക്കുന്നത് എന്നാണ് ഈ ഫോട്ടോഗ്രാഫർ കരുതിയത്. ഈ മാവിൻ്റെ പടം എടുക്കാമോ, അതിലുണ്ടായിരിക്കുന്ന മാങ്ങയുടെ പടം എടുക്കാമോ എന്നെല്ലാം ഗുരു കൗതുകപൂർവ്വം ചോദിച്ചിട്ട് മൂന്നാമത് ചോദിച്ചു, ശേഖര, അതിൻ്റെ രസപ്പടം എടുക്കാനാവുമോ എന്ന് ചോദിച്ചു. ആ മാങ്ങയിലുണ്ടായിരിക്കുന്ന ആ മാങ്ങയുടെ മാധുര്യത്തിൻ്റെ, അതിൻ്റെ രസത്തിൻ്റെ പടം എങ്ങനെ എടുക്കാൻ സാധിക്കും?
അതെന്താണ്? അത് എടുക്കണമെങ്കിൽ ഒരു മാങ്ങ പറിച്ച് സ്വയം അതിനെ രുചിച്ച് നോക്കുമ്പോഴാണ് ആ മാങ്ങയുടെ രസം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക, അല്ലേ? ഗുരുദേവൻ ഭഗവാനെ സ്വന്തം മനോമുകുരത്തിൽ അനുഭവിച്ചുകൊണ്ട് പാടിയിട്ടുണ്ട്, അല്ലേ? പുതുമാങ്കനി പുത്തമൃതേ ഗുളമേ മധുവേ മധുരക്കനിയേ രസമേ വിധിമാധവരാതി തിരഞ്ഞിടുമൻ പതിയേ പദപങ്കജമേ ഗതിയേ. പുതുമാങ്കനി പുത്ത അമൃതേ, ആ അനുഭവത്തിൻ്റെ ആനന്ദത്തെ ഗുരു അതേപോലെ തന്നെ കൃതിയിൽ എന്താണ് അനുഭവിച്ചുകൊണ്ട് പാടുകയാണ്. ആലോചിച്ചിരുന്ന് എഴുതിയതല്ല, സ്വന്തം അനുഭവം അണപൊട്ടി ഒഴുകുന്നതാണ്, അല്ലേ? ശിവ അനുഭവത്തിൻ്റെ നിർവൃതിയിലിരുന്നു കൊണ്ട് ഗുരു പറയുന്നതാണ് പുതുമാങ്കനി പുത്തമൃതയെ ഗുളമേ, അല്ലയോ ശർക്കരയെ, അല്ലേ തേനെ, മധുവേ, അല്ലേ? എന്താണ് നമ്മൾക്ക് ഇഷ്ടമുള്ള ആളുകളെ കാണുമ്പോൾ, അല്ലേ, ചെറുമക്കളെ കാണുമ്പോൾ, ഓങ്കുട്ടനെ കാണുമ്പോൾ എന്താ വിളിച്ചിട്ട് അയ്യോ എൻ്റെ മുത്തേ, ചക്കരെ, പാനെ, പാലേ, തേനെ എന്നൊക്കെ എന്താണ് വിളിക്കുന്നത്? എന്താണ്? കുട്ടി പാലും തേനുമായിട്ടാണോ? ഇവിടെ എന്താണ് നമ്മുടെ സ്നേഹത്തിൻ്റെ ആധിക്യം അവരെ കാണുമ്പോൾ എന്താണ് ഉണ്ടാകുന്ന ഇഷ്ടം? എന്താണ്? നമ്മുടെ മനസ്സിൽ മധുരമായി നിറയുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്നത്, അല്ലേ? അപ്പം അത്തരത്തിൽ ഗുരുവിൻ്റെ അനുഭവത്തിൽ നിറയുന്ന ആ ആത്മാനുഭവത്തെ എന്താണ് ഒരു പടം കൊണ്ടെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഒരു പ്രതിമ ഉണ്ടാക്കിയാൽ ആ പ്രതിമയിൽ നിങ്ങൾക്ക് കണ്ട് അനുഭവിക്കാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. അങ്ങനെ ഗുരുവിനെ അനുഭവിക്കണമെങ്കിൽ എന്താണ്? ഗുരുവിൻ്റെ അനുഭവ രസം അറിയണമെങ്കിൽ ഗുരുദേവ കൃതികൾ നമ്മൾ മനനം ചെയ്യണം. ആരാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് ഗുരുവിൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ നമുക്ക് അനുഭവിച്ചറിയണമെങ്കിൽ ഗുരുദേവ കൃതികളിലേക്ക് എന്താണ് നമ്മൾ ആഴത്തിൽ മുങ്ങേണ്ടതുണ്ട്, അല്ലേ? ഗുരു എന്താണ്, ഗുരു ആരാണെന്ന് ഗുരുദേവ കൃതിയിൽ പറയുന്നുണ്ട്. എന്താണ് ഞാൻ ആരാണെന്ന് ഗുരു എവിടെയാണ് ഗുരുദേവ കൃതിയിൽ പറയുന്നത്? ആത്മോപദേശതകത്തിൽ ഇരമുതലായവയെന്നും ഇപ്രകാരം വരുമിനിയും വരവറ്റ് നിൽപ്പതേകം അറിവതു നാം അതുതന്നെ മറ്റുമെല്ലാവരും അതുതാൻ വടിവാർന്നു നിന്നിടുന്നു. ഈ പ്രപഞ്ചത്തിൽ ഇര മുതലായ ഭൂതജാലങ്ങളെല്ലാം വന്നും പോയി നിലകൊള്ളുമ്പോൾ ഒരിക്കലും മാറ്റപ്പെടാത്ത പരമാത്മ ചൈതന്യമായി ഇതിനെല്ലാം ആധാരമായ യഥാർത്ഥ പരമാത്മ വസ്തുവായി നാം എന്നും നിലകൊള്ളും എന്നാണ് പറയുന്നത്. അവിടെ നാം എന്ന് ഉപയോഗിക്കുന്ന ആരെയാണ്? ഗുരു സ്വയം എപ്പോഴും തന്നെ പറയുന്നത് എന്താണ്? നാം അങ്ങോട്ട് പോകാം, നാം അനുഗ്രഹിക്കാം, അല്ലെ നാം അറിഞ്ഞുവല്ലോ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് നാം എന്ന വാക്കാണ് അവിടെ, അതേ പദം തന്നെ അവിടെ ഉപയോഗിക്കുന്നു. എന്നാൽ നമുക്ക് സംശയം തോന്നാം, നാം എന്ന് നമ്മളെ എല്ലാവരെയും കൂടി ചേർത്താണ് അങ്ങനെയും ഉപയോഗിക്കാം, അല്ലേ? അപ്പോൾ നാം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി ചേരും. അങ്ങനെ സമഷ്ടിയായി നമ്മളെ എല്ലാവരെയും കൂടി ചേർത്താണ് നാം എന്ന് പറയുന്നതെങ്കിൽ അവിടെ മറ്റും എല്ലാവരും എന്ന് പിന്നീട് മറ്റും എല്ലാവരും അറിവത് നാം അത് തന്നെ. പിന്നെ എന്താണ് മറ്റും എല്ലാവരും എന്നവിടെ രണ്ടാമത് പറയുന്നുണ്ട്. മറ്റും എല്ലാവരും അതുതാൻ വടിവാർന്നു നിന്നിടുന്നു. അപ്പോൾ അത്തരത്തിൽ ഗുരുദേവ കൃതികൾ പഠിക്കുമ്പോൾ അത് അനുഭവമാകുമ്പോൾ ആരാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവത്ഗീതയിൽ തളർന്നു വീണ അർജുനനെ ഭഗവാൻ എഴുന്നേൽപ്പിച്ച് യുദ്ധം ചെയ്യുന്നുണ്ട്. ഒരിക്കലും അർജുനൻ എന്താണ് യുദ്ധം ചെയ്യാൻ സന്നദ്ധനാകുന്നില്ല. 18 അധ്യായവും ഉപദേശങ്ങളാണ്. ഈ ഉപദേശം എല്ലാം കൊടുത്തിട്ടും അർജുനൻ യുദ്ധം ചെയ്യാൻ തയ്യാറാകുന്നില്ല. ഞാൻ എൻ്റെ ബന്ധുക്കളെയും മിത്രങ്ങളെയും എന്താണ് കൊല്ലാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. എൻ്റെ എന്താണ് കൈ വിറയ്ക്കുന്നു, മുട്ട് വിറയ്ക്കുന്നു, സംസാരിക്കാൻ പറ്റുന്നില്ല. ആകെ തളർന്ന് പരവശനായിരിക്കുന്ന അർജുനനെ ഭഗവാൻ എത്ര ഉപദേശം കൊടുത്തിട്ടും എന്ത് ചെയ്യുന്നില്ല? അർജുനൻ യുദ്ധം ചെയ്യാൻ സന്നദ്ധനാകുന്നില്ല. കാരണം എന്താണ്? ഈ പറയുന്നത് എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ കളിക്കൂട്ടുകാരനായ തോഴനായ സഖാവായ എപ്പോഴും കൂടെയുള്ള കൃഷ്ണനാണ് പറയുന്നത്. ഇവൻ പറയുന്നത് വിശ്വസിച്ച് യുദ്ധം ചെയ്താൽ വല്ല കാര്യവും നടക്കുമോ? ഇവൻ പോരാഞ്ഞിട്ട് കള്ളവും പറയും, അല്ലേ? കള്ളകൃഷ്ണൻ എന്നാണ് പറയുന്നത്. എപ്പോഴും എന്താണ് നുണയെല്ലാം പറയുന്നത്, കൃഷ്ണൻ പറയുന്നത് കേട്ട് ആളുകളെയൊക്കെ കൊന്നു കഴിഞ്ഞാൽ എന്താകും അവസ്ഥയെന്ന് കരുതിയിട്ട് അർജുനൻ യുദ്ധസന്നദ്ധനാകുന്നില്ല. അവസാനമാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നത്? തൻ്റെ വിശ്വരൂപത്തെ അർജുനന് കാണിച്ചു. വിശ്വരൂപ ദർശനയോഗം, അല്ലേ? കിരീടിനം ഗതിനം ചക്രണം ജ, അല്ലേ? തേജോരൂപം
അങ്ങനെയുള്ള ദിവ്യമയമായ ആ തേജരൂപത്തെ 11-ാം അധ്യായത്തിൽ എന്താണ്, ആ വിശ്വരൂപത്തെ വർണ്ണിക്കുന്നുണ്ട് അല്ലേ. ആ യക്ഷസ്സുകൾ ഭയന്നോടുന്നു, ദേവന്മാർ നമിക്കുന്നു, മുനിവൃന്ദങ്ങൾ എന്താണ്, കോടി കോടി പ്രണാമങ്ങൾ വീണ്ടും 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 പ്രണമിക്കുന്ന ആ വിശ്വം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ആ വിശ്വരൂപത്തെ അർജുനൻ കാണുമ്പോഴാണ്, കണ്ണുകൊണ്ട് അനുഭവിച്ചതിന് ശേഷമാണ്, അയ്യോ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഈ പറയുന്ന എൻ്റെ കളിക്കൂട്ടുകാരനായ കൃഷ്ണൻ അല്ലല്ലോ, മറിച്ചാരാണ്, ഈ ലോകത്തെ മുഴുവൻ രക്ഷിച്ച് നിലനിർത്തുന്ന മഹാശക്തിയാണല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഇച്ഛയ്ക്ക് കീഴ്പ്പെട്ടെന്താണ് യുദ്ധം ചെയ്യുന്നത്. പത്തരത്തിൽ ആ വിശ്വരൂപത്തെ ഭഗവാൻ കാണിച്ചു കൊടുക്കുമ്പോൾ ആ വിശ്വരൂപത്തെ കണ്ട് അനുഭവിച്ചതിന് ശേഷമാണ് അർജുനൻ ആയുധമെടുക്കുന്നത്. ഇവിടെ ഗുരുവിനെ നമ്മളെന്താണ്, ആ ഗുരുവിൻ്റെ വിശ്വരൂപത്തെ നമുക്ക് കാണുവാൻ സാധിക്കണം. വിശ്വരൂപം ദർശിക്കുന്നതിന് മുമ്പ് അർജുനന് ഭഗവാൻ ഒരു ജ്ഞാനദൃഷ്ടി പ്രദാനം ചെയ്യുന്നുണ്ട്. നിൻ്റെ മാംസമയമായ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ നിനക്കൊരിക്കലും എൻ്റെ വിശ്വരൂപത്തെ കാണാൻ സാധിക്കില്ല. മറിച്ചെന്താണ്, ദിവ്യം ദദാമി തേ ചക്ഷുഹു, നിനക്കൊരു ദിവ്യമായ ചക്ഷുസിനെ, ദിവ്യമായ കണ്ണിനെ നിനക്ക് ഞാൻ തരാം. ആ ദിവ്യദൃഷ്ടി കൊണ്ട് നീ എന്നെ നോക്കുമ്പോൾ നിനക്കെൻ്റെ വിശ്വരൂപത്തെ കാണുവാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമേ തന്നെ ഒരു ദിവ്യദൃഷ്ടി അർജുനൻ പ്രദാനം ചെയ്തിട്ട് ആ ദിവ്യദൃഷ്ടിയിലൂടെ നോക്കുമ്പോഴാണ് അർജുനൻ ഭഗവാന്റെ വിശ്വരൂപത്തെ കാണുന്നത്. അങ്ങനെ നമുക്ക് ശ്രീനാരായണ ഗുരുദേവൻ്റെ വിശ്വരൂപത്തെ കാണണം എങ്കിൽ നമുക്കൊരു ദിവ്യ ദൃഷ്ടി ഉണ്ടാകണം. ആരാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് അറിഞ്ഞ് അനുഭവിക്കുന്നതിന് ഗുരു നമുക്ക് നൽകിയ ദിവ്യ ദൃഷ്ടിയാണ് എന്ത്, ശ്രീനാരായണ ഗുരുദേവൻ്റെ അമൃതമയങ്ങളായ കൃതികൾ. ഇതെന്താണ്, 70ഓളം ഗുരുദേവ കൃതികൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. പലതും എന്താണ് ലഭ്യമായിട്ടില്ല അല്ലേ. ഓലത്തുകരയിൽ വെച്ച് കുമാരനാശാന് ചൊല്ലിക്കൊടുക്കുന്നു അല്ലേ, ഓലത്തുകര കുടികൊണ്ടരുളും ബാലപ്പിറ ചൂടിയ ഭാരതിയെ. ബാക്കി എന്താണ്, ആശാൻ പൂരിപ്പിക്കുന്നു, കാലൻ കനിവറ്റ് കുറിച്ച് വിടുന്ന ഓലപ്പൊടി എങ്ങനെ എന്നെ അയക്കരുതേ. അങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും എന്താണ്, ശിഷ്യന്മാരോടൊത്ത് ഗുരുവിൻ്റെ സല്ലാപമാണ്, ആ അറിവിൻ്റെ സല്ലാപമാണ് ആ ഗുരുദേവ കൃതി. വിദ്യാനന്ദ സ്വാമിക്ക് ഓരോ ദിവസവും നടക്കാൻ പോകുമ്പോൾ 2 പദ്യങ്ങൾ വെച്ച് പറഞ്ഞു കൊടുത്തു. ഏത് കൃതിയാണ്? ആലുവ അദ്വൈതാശ്രമത്തിൽ താമസിക്കുമ്പോൾ ഗുരു പറഞ്ഞു കൊടുത്ത കൃതികൾ. ദർശനമാലയാണ് മമ അന്തയവാസനോ വിദ്യാനന്ദസ്യ ഉദ്ഗതം. അദ്ദേഹം വിദ്യാനന്ദ സ്വാമി ആ ദർശനമാലയ്ക്കൊരു വ്യാഖ്യാനം എഴുതി. എന്താണ് ആ വ്യാഖ്യാനത്തിൻ്റെ പേര്? ദീദിതി വ്യാഖ്യാനം അല്ലേ. ലളിതമായ വ്യാഖ്യാനമാണ്, വിദ്യാനന്ദ സ്വാമി എഴുതിയ വ്യാഖ്യാനമാണ്. അത് ഗുരു നോക്കി പരിശോധിച്ച് നൽകിയ വ്യാഖ്യാനമാണ് ദീദിതി വ്യാഖ്യാനം. അപ്പോൾ കൃതിയും പറഞ്ഞു കൊടുത്തു, ശിഷ്യൻ അതിന് വ്യാഖ്യാനവും എഴുതി, ഗുരു അതിന് ആശംസയും എഴുതി കൊടുത്ത ചരിത്രം നമുക്കുണ്ട്. അപ്പോൾ ഓരോ ശിഷ്യന്മാരോടും നിമിത്തമാക്കിക്കൊണ്ട് ലോക അനുഗ്രഹത്തിനായി ആണ് ഗുരുദേവൻ ഈ കൃതികൾ നമുക്ക് നൽകിയത്. കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തു. ഏത് കൃതിയാണ്? ദൈവമേ കാത്തുകൊള്ളുക എന്ന ദൈവദശകം. ഇത് കുട്ടികൾക്കുള്ളതാണോ? കുട്ടികൾ പഠിച്ചാൽ ഇത് മനസ്സിലാകുമോ? ഇപ്പോഴും ഇത്രയേ വർഷമായിട്ട് നമ്മൾ ചൊല്ലുന്നു, പഠിക്കുന്നു അല്ലേ. ഒന്നും എന്താണ് നമുക്കെങ്ങും എത്താൻ ദൈവദശകമാകുന്ന സമുദ്രത്തിന് മുമ്പിൽ എന്താണ് നമ്മളെല്ലാവരും എങ്ങനെ ഉറുമ്പുകളായിട്ട് നിൽക്കുകയാണ്. കടലിൻ്റെ അടുത്ത് ഉറുമ്പ് പോയി നിന്ന് എന്തായിരിക്കും അവസ്ഥ? ഒരു മനുഷ്യനാണെങ്കിൽ എന്തെങ്കിലും ഒരു രക്ഷയുണ്ടാകും. കടലിന് മുമ്പിൽപ്പെട്ട ഉറുമ്പിനെ പോലെ നമ്മളിന്നും ദൈവദശകത്തെ അത്ഭുതത്തോടു കൂടി കാണുകയാണ് അല്ലേ. അകവും പുറവും തിങ്ങുന്ന ആ മഹിമാവാർന്ന ആ സ്വരൂപത്തെ എന്താണ് നമുക്ക് അളക്കാൻ സാധിക്കില്ല. പത്തരത്തിൽ ദൈവദശകത്തിലൂടെ, ദർശനമാലയിലൂടെ, ബ്രഹ്മവിദ്യ പഞ്ചകത്തിലൂടെ, പിന്നെന്താണ് ശ്ലോകത്രയിലൂടെ, ഹോമ മന്ത്രത്തിലൂടെ അല്ലേ. ഇന്ന് നമ്മൾ ഹോമമന്ത്രം കൊണ്ട് ഹോമം ചെയ്തു അല്ലേ. ആരൊക്കെ ചെയ്തു? എല്ലാവരും തന്നെ ചെയ്തു അല്ലേ. ഹോമം എല്ലാം എന്നിട്ട് ആരിയിട്ട് പുകച്ച് അങ്ങനെയാണോ ഹോമം ചെയ്തത്? അല്ല, നല്ല അഗ്നിയിലേക്ക് ത്വയി വിഷയാഹ ഇതി സമിതോ ജുഹോമി അഹമിതി ആജ്യം ജുഹോമി ത്വം നഃ പ്രസീദ ശ്രേയശ്ച പ്രയശ്ച സ്വാഹ. ശ്രേയസിനെയും പ്രേയസിനെയും നമ്മുടെ ജീവിതത്തിലേക്ക് ആവാഹിക്കുകയാണ്. ഒത്തിരി മന്ത്രങ്ങൾ കൊണ്ടെന്താണ് നമ്മൾ ഹോമവും പൂജയും ഒന്നും ചെയ്യണ്ട. മറിച്ച് എന്താണ് ഒറ്റ മന്ത്രം കൊണ്ടെന്താണ് സർവ്വ വിഷയങ്ങളും ഈ വിഷയാഹ
എല്ലാ വിഷയങ്ങളെയും എന്താണ് സമിത്തായി നമ്മൾ 8 തവണ ചൊല്ലിയാലും മതി അല്ലേ, സമിത്തായി ആ ഹോമാഗ്നിയിലേക്ക് അർപ്പിക്കുന്നതോടുകൂടി എന്താണ് നമ്മളിലുണ്ടാകുന്ന വിഷയങ്ങളെല്ലാം അവിടെ എരിഞ്ഞടങ്ങുന്നു. ആ ജ്ഞാനാഗ്നിയിലേക്കാണ്, ഭഗവാന്റെ ദിവ്യമായ അഗ്നിയിലേക്കാണ്, ജ്ഞാനാഗ്നിയിലേക്കാണ് നമ്മുടെ വിഷയങ്ങൾ സമിത്തുക്കളായി അവിടെ അർപ്പിക്കപ്പെടുന്നത്. അഹമിതി ആജ്യം ജൂഹോമി, അഹം എന്ന അഹംഭാവത്തെ, തന്നിലുള്ള എന്താണ് അഹങ്കാരത്തെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, സമിത്താക്കി ആ യാഗാഗ്നിയിലേക്ക് ഹോമിക്കുന്നു. ത്വംനഃ പ്രസീദ പ്രസീദ, നീ ഞങ്ങളിൽ പ്രസാദിച്ചാലും പ്രസാദിച്ചാലും. ഇതെന്താണ് ബാഹ്യമായ ഒരു ഹോമം മാത്രമാണോ ഇത്? അല്ല, ഇത് തികച്ചും ബാഹ്യമായ ഒരു കർമ്മമായി തോന്നാം എങ്കിലും എന്താണ് ഈ ഹോമം തികച്ചും ആന്തരികമാണ്. തൻ്റെ തന്നെ ഉള്ളിൽ ജ്വലിക്കുന്ന ആ പരമാത്മാവാകുന്ന അഗ്നിയിലേക്കാണ് നമ്മൾ സമിത്തുക്കളെ ഹോമിക്കുന്നത് അല്ലേ. എന്താണ് 5 ഇന്ദ്രിയങ്ങൾ, 7 അവയവങ്ങൾ പറയുന്നുണ്ട്, 7 നാക്ക് അഗ്നിക്ക് പറയുന്നുണ്ട്. എന്താണ് ത്വയി വിഷയാഹ ഇതി സമിതോജുഹോമി. പിന്നെന്താണ് ത്വദീയ ഇന്ദ്രിയാണി മനോ ബുദ്ധിരിതി സപ്തജിഹ്വാഹ. 5 ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഇതുള്ളത് ആർക്കാണ്? നമ്മളിവിടെ ഇട്ട് കത്തിച്ച വിറക് കൊണ്ട് കൂട്ടിയ അഗ്നിക്കാണോ? അഗ്നിക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ടോ? മനസ്സുണ്ടോ? ബുദ്ധിയുണ്ടോ? ഇതാർക്കാണുള്ളത്? അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം, ഈ അഗ്നി എരിയുന്നത് എവിടെയാണ്? നമ്മുടെ എല്ലാം അന്തരാത്മാവ് തന്നെയാണ് ആ അഗ്നി. ആ അഗ്നിയിലേക്കാണ് വിഷയങ്ങളെ നമ്മൾ ഹോമിക്കുന്നത്. അപ്പോൾ ഇതിന് പ്രത്യേകമായ ബാഹ്യമായ ഒരുക്കങ്ങളോ ഹോമകുണ്ടമോ പൂജാവിധാനമോ ഒന്നുമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഹോമം ചെയ്യാം. എവിടെ ഇരുന്ന് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. മറ്റു വൈദിക വിധികളെ ഇല്ലാതെ സ്വയം മനനം ചെയ്യുവാനുള്ള മനനമന്ത്രമാണ് ഗുരുവിൻ്റെ ഹോമമന്ത്രം. ഇതെപ്പോഴും എന്ത് ചെയ്യാം? നമുക്ക് ജപിക്കാം. എത്ര വേണമെങ്കിലും ജപിക്കാം. അതിന് പ്രത്യേകമായ എണ്ണം ഗുരു പറയുന്നില്ല, ഏത് സ്ഥലം എന്ന് പറയുന്നില്ല. നമ്മളെന്താണ് മനസ്സ് ശുദ്ധമാക്കിക്കൊണ്ട് എപ്പോൾ വേണമെങ്കിലും പ്രഭാതത്തിലിരുന്നു കൊണ്ട് നമുക്ക് രാവിലെ ഒരു ഹോമം ചെയ്യാം. ആരും അറിയില്ല. അവിടുന്ന് പുക വരുന്നു. ഇപ്പോൾ എന്താണ് വീട്ടിൽ ഒരു ഹോമം നടത്തിയ നാട്ടുകാരൊക്കെ ചോദിക്കും, എന്താണ് അവിടെ മണിയടിയും പൂജയും അല്ലേ, എന്താണ് ഹോമം? ഇതാകുമ്പോൾ എന്താണ് മണിയടിയും ഇല്ല, പൂജയും ഇല്ല, പക്ഷേ എല്ലാ വിഷയവാസനകളും അവിടെ അടങ്ങുന്നു. അപ്പം അത്തരത്തിൽ മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തിൽ അവനൊരു സമൂഹ ജീവിയായി ജീവിച്ചുകൊണ്ട് തന്നെ അവൻ്റെ ഉള്ളിലുണ്ടാകാവുന്ന പ്രശ്നങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക്, രോഗദുഃഖ ദുരിതങ്ങൾക്ക് പരിഹാരമാകുന്ന അമൃതാണ് ഗുരുദേവ കൃതി എന്ന് പറയുന്നത്. ആ അമൃത് എന്താണ്? അത് പലയിടത്തും മഴയായി പെയ്തു അല്ലേ. മഴയില്ലാത്ത സ്ഥലത്ത് എന്താണ് ആളുകൾ യാചിച്ചപ്പോൾ അവിടെ മഴയുണ്ടായി, നെയ്യാറ് കരകവിഞ്ഞൊഴുകി എന്ന് പത്രങ്ങളിൽ പോലും രേഖപ്പെടുത്തി. അത്തരത്തിൽ രോഗങ്ങൾ മാറുന്നതിന്, ദുഃഖങ്ങൾ മാറുന്നതിന്, ദുരിതങ്ങൾ മാറുന്നതിന് ഭഗവാൻ പ്രാർത്ഥനകളായി ഗുരുദേവ് കൃതികൾ നമുക്ക് പകർന്നു നൽകിയിട്ടുണ്ട് അല്ലേ. ഭദ്രകാളി അഷ്ടകം ചൊല്ലിയാൽ രോഗോഗാഹനനാലിലായുധമിതം പ്രാതപ്രകേയപ്പടൻ. ആരാണോ പ്രഭാതത്തിൽ എഴുന്നേറ്റിരുന്ന് ഈ കൃതി ചൊല്ലി പ്രാർത്ഥിക്കുന്നത് അവരുടെ മുട്ടുവേദനയും കാലുവേദനയും ഷുഗറും പ്രഷറും ഇതൊക്കെ എന്താണ് കാറ്റിൽ പഞ്ഞി എന്നതുപോലെ പറന്നു പോകും എന്നാണ് ഗുരു രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആർക്കെങ്കിലും പറ്റുമോ ഇത്? എപ്പോഴാണ് പ്രാതപ്രക എന്ന് വെച്ചാൽ എപ്പോഴാണ്? പ്രഭാതത്തിനേക്കാളും പ്രഭാതം. സാധാരണ പ്രഭാതം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആളുകളെ സംബന്ധിച്ച് എത്ര മണിയൊക്കെയാണ്? 11 മണിയാണ് ഇപ്പോഴത്തെ പ്രഭാതം. എല്ലാവരും എഴുന്നേറ്റ് വരുമ്പോൾ സൂര്യൻ ഏകദേശം എന്താണ് 90 ഡിഗ്രിയോട് അടുക്കുമ്പോഴാണ്, ഇവിടെ എത്തുമ്പോഴാണ് കാണുന്നത്. ഇവിടുന്ന് തുടങ്ങുന്നതൊന്നും ചുവന്ന സൂര്യനെ ആരും കണ്ടിട്ടില്ല. പ്രഭാതം എപ്പോഴാണ്? അമ്മമാർക്കറിയാം എത്ര മണിക്കാണ് എഴുന്നേക്കുന്നത്. പ്രഭാതം അമ്മമാരുടെയും പ്രഭാതം 6 മണിയാണ്. ഇപ്പോൾ എല്ലാ സാധനങ്ങളും ഫ്രിഡ്ജിനകത്തുണ്ട്. പിന്നെ എന്തിന് രാവിലെ എഴുന്നേക്കണം? അതിൻ്റെ മാവും സാധനങ്ങൾ, ദോശ എടുത്ത് ഒന്ന് കുഴച്ചാൽ പിന്നെന്താണ്, ചമ്മന്തി എന്താണ്, എല്ലാം റെഡിയായിരിക്കുകയാണ്. അതെല്ലാം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഫ്രിഡ്ജ് വന്നതോടുകൂടി എന്താണ് ആരും വെളുപ്പിന് എഴുന്നേക്കുന്നില്ല, അരയ്ക്കണ്ട, പൊടിക്കണ്ട. എന്താ അപ്പോൾ 5 മണിക്ക് എഴുന്നേക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. നമിച്ചു. നിങ്ങളെ മറന്നിട്ടല്ല പറയുന്നത്. അപ്പോൾ 5 മണിക്കുണ്ട്, 6 മണിക്കുണ്ട്, 4 മണിക്കുണ്ട്. ഈ പ്രാതപ്രക അതൊന്നുമല്ല. എപ്പോഴാണ്? ബ്രാഹ്മമുഹൂർത്തം. അത് വെളുപ്പിന് 3 മണി മുതൽ തുടങ്ങും. 3 മണിക്കാണ് എഴുന്നേറ്റിരുന്ന് ഈ കൃതി ചെല്ലേണ്ടത്. ആർക്കെങ്കിലും സാധിക്കുമോ?
ഇതൊന്നും ചൊല്ലാതെ ഞങ്ങൾ എന്തെങ്കിലും ഓയിൽമെൻറ്റോ ഗുളികയോ ഒക്കെ കഴിച്ച് ഞങ്ങളുടെ രോഗമൊക്കെ ഞങ്ങൾ തന്നെ മാറ്റിക്കൊള്ളു. ഇതൊന്നും ചൊല്ലാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല സ്വാമി, വേറെന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ പറയല്ലേ. ഇപ്പം എന്താണ് ഗുരു അങ്ങനെ പറ്റാത്തവർക്കും വേണ്ടി എന്താണ് കനിഞ്ഞനുഗ്രഹിച്ചിരിക്കുന്നു. എന്താ കോലദേശസ്തവത്തിൽ രോഗാദികളെല്ലാം ഒഴിവാക്കിയിടുക വേണം ഹേ കാമദ കാമാന്തക കാരുണ്യപയോദേ ഏകീടണമേ സൗഖ്യമെനിക്കൻപൊടു ശംഭോ കോലത്തുകരക്കോവിലിൽ വാഴും ഭഗവാനെ. എൻ്റെ രോഗാദികളെല്ലാം ഒഴിവാക്കണം എന്നെന്താണ് കോലദിരേശനോട് ശിവപരമാത്മാവിനോട് എന്താണ് പ്രാർത്ഥിക്കുകയാണ്. അതിനൊരു സമയവുമില്ല, എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ആകാം. പ്രാതപ്രകയ വേണ്ട, പ്രത്യേകമായ വ്രതശുദ്ധി വേണ്ട, ഒന്നും വേണ്ട. എന്താണ് ഇതെല്ലാം ആർക്കും ആകുലതകൾ ഈശ്വരനോട് പരമാത്മാവിൽ നമുക്കെന്താണ് അർപ്പിക്കുവാൻ സാധിക്കും. അത്തരത്തിൽ മനുഷ്യനുണ്ടാകാവുന്ന രോഗ ദുരിതങ്ങളിൽ നിന്നും മാനസികമായ വ്യതകളിൽ നിന്നും ഒക്കെ മോചനം അരുളുന്ന ദിവ്യ മന്ത്രമാണ്, ആധുനിക ലോകത്തിൻ്റെ ദിവ്യ മന്ത്രമാണ് ഗുരുദേവൻ്റെ കൃതികൾ അല്ലേ. മാനസിക പ്രശ്നങ്ങൾക്ക് പ്രതിസന്ധികൾക്കുള്ള പരിഹാരം എന്താണ്? ബാഹുലേയ അഷ്ടകം. ആ അഷ്ടകം എന്താണ്? പരീക്ഷാ സമയത്തും അല്ലാത്ത സമയങ്ങളിലും എന്താണ് ജപിച്ചാൽ, വലിയ ഭ്രാന്ത് പോലും ഈ ബാഹുലേയ അഷ്ടകം ജപിച്ചാൽ 41 ദിവസം വ്രതശുദ്ധിയോടുകൂടി ജപിച്ചാൽ മാറിപ്പോകും എന്നാണ് അനുഭവങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ സുബ്രഹ്മണ്യ ദേവനെ ദിവ്യസ്വരൂപത്തെ എന്താണ് ആ പരമാത്മ ചൈതന്യത്തെ സ്തുതിച്ചുകൊണ്ട് ഗുരു നമുക്ക് രചിച്ച് നൽകിയിരിക്കുന്നതാണ്. ഓം 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 ഹോമധൂമ പ്രകടതടജടാകൂടി ഭോഗി പ്രപൂരം അം 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 ആദിദേയ പ്രണതപദയുഗാംബോരുഹ ശ്രീവിലാസം ഉം ഉഗ്രനേത്രത്രയലസിതവജ്യോതിരാനന്ദരൂപം ശ്രീം 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 ശീഘ്രചിത്തപ്രമഹരമനിശം ഭാവയേ ബാഹുലേയം. ശീഘ്രചിത്ത പ്രമഹരം, ശീഘ്രമായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ മനസ്സിൻ്റെ ഭ്രമത്തെയെല്ലാം ഇല്ലാതെയാക്കുന്ന ആ ബാഹുലേയനെ ഞാൻ പ്രണമിക്കുന്നു. ഗുരു മറ്റൊരിടത്ത് പറയുന്നത് എന്താണ്? ജ്യോതിചക്രം കണക്കൻ മനമിളകിമറിഞ്ഞായുരന്തം വരും മുൻ ബോധക്കേടൊക്കെ നീക്കിത്തരിക അമൃതരുൾ തേൻതുളുമ്പും പദം തേ പാതിപ്പെൺമൈ മകൻ നിൻ തിരുവടിയുടെ മേലേറിയാടുന്ന നേരം മോദിച്ചേതും മടിക്കാതവനൈവിട നീ കൊണ്ടുവാ തങ്കമയിലേ. തേജോ ഗോളങ്ങൾ കണക്കെന്താണ്? മനമിളകി മറിഞ്ഞ് ഇങ്ങനെ ജീവിച്ചേ ആയുരന്തം വരും മുൻ, എൻ്റെ മരിച്ചു പോകുന്നതിന് മുമ്പ് ഒരു ദിവസം മുമ്പെങ്കിലും എന്താണ് അങ്ങൊന്നും ദർശിച്ച് എൻ്റെ അജ്ഞാനവൃത്തികളെ എന്താണ് ദൂരെ മാറ്റി എന്നിൽ പ്രകാശം ചൊരിഞ്ഞാലും. അവിടെ പറയുന്നു, റെയിലിൻ വേഗം ജയിക്കും നരമുതലാ മൂടരും ഞാനുമായി ഈ ജയിലിൽ പിടിച്ച് ജയിലിലിട്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കും പുറത്തിങ്ങനെ സ്വതന്ത്രമായിട്ട് നടക്കുമ്പോഴും വലിയൊരു കാരാഗൃഹത്തിലാണ് നമ്മുടെ മനസ്സാകുന്ന പറവ അകപ്പെട്ട് കിടക്കുന്നത്. അതിന് പറക്കാൻ പറ്റുന്നില്ല. ധർമ്മമീമാംസാപരിഷത്തിന് വരണമെന്ന് വിചാരിച്ചു ഇവർ എത്ര ചിറകെട്ട് ഇടിച്ചിട്ടാണ് ഇവിടെ വരാൻ പറ്റിയത് അല്ലേ. ഇനി പെട്ടെന്ന് തന്നെ ചിറകടിച്ച് തിരിച്ചു പോകാനുള്ള ഒരുക്കങ്ങൾ മനസ്സ് കൂട്ടിക്കഴിഞ്ഞു അല്ലേ. അപ്പോൾ മനസ്സെന്താണ്? ഈ അകപ്പറവ എന്ന് പറയുന്നത് ഒരിക്കലും അടങ്ങിയിരിക്കുന്ന ഒന്നല്ല എന്നാണ്. എപ്പോഴും സങ്കുചിതമായ ചിന്തകളിലും ചിത്തവൃത്തികളിലും എന്താണ് അതിൻ്റെ യാത്രയെ, അതിൻ്റെ ചിന്താഗതിയൊക്കെ എന്താണ് ആരൊക്കെയോ നിയന്ത്രിച്ച് ബന്ധിച്ചിരിക്കുന്നു. അപ്പോൾ ജയിലിൽ പാർപ്പാഞ്ഞൊരുക്കം, ഈ ജയിലിൽ എന്താണ് എനിക്ക് പാർക്കാൻ പറ്റുന്നേയില്ല ഭഗവാനെ. ജരനര മുതലാ മൂടരും ഞാനുമായി. എൻ്റെ ചുറ്റും ജീവിക്കുന്ന ആരാണ്? എന്നെപ്പോലെ ബുദ്ധിമാന്മാരല്ല, ആരാണ്? മൂഢന്മാരാണ്. ഈ മന്ദബുദ്ധികളായ, ഒന്നും പറഞ്ഞാൽ മനസ്സിലാകാത്ത ജരയോടും നരയോടും കണ്ണിനോടും കാതിനോടും ഒക്കെ എന്താണ് മല്ലടിച്ച് എനിക്കിനി ജീവിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ പറയുന്നത് പോലെ എല്ലാവരും കേൾക്കണം എന്ന് വിചാരിക്കുന്നു. പക്ഷേ എൻ്റെ ഇന്ദ്രിയങ്ങൾ പോലും എന്താണ് ഞാൻ പറയുന്നത് കേൾക്കുന്നേയില്ല. കയ്യൊന്നു ചെയ്യും അതുപോലെ നടന്നിടുങ്കാലയ്യോ മലത്തൊടു ജലം വെളിയിൽ പതിക്കും പൊയ്യേ പുണർന്നിടുവതിങ്ങനെ നിന്ന് യുദ്ധം
ചെയ്യുമ്പോഴെങ്ങനെ ശിവ തിരുമയി നിനപ്പ്. കൈ ഒന്ന് ചെയ്യും അല്ലേ, അതുപോലെ നടന്നിടും കാല് വേറൊരു വഴി, കാലിന് തോന്നുന്ന വഴിക്ക് പോകും. കണ്ണെന്താണ്, കണ്ണിൻ്റെ വഴിക്ക് പോകും, കണ്ണിനൊരു നിയന്ത്രണമില്ല. നാക്കിനാണെങ്കിൽ പിന്നെ പറയേ വേണ്ട, നല്ല നിയന്ത്രണമാണ് അല്ലേ. ഇന്ന് നമ്മുടെ സമ്മേളനം തീർന്ന പോലെ. അപ്പോൾ എന്താണ്, നാക്ക് പറയാൻ തുടങ്ങിയാൽ എപ്പോൾ തീരുമെന്ന് നമുക്കറിയാൻ സാധിക്കില്ല. അപ്പോൾ എന്താണ്, ഓരോ ഇന്ദ്രിയങ്ങളും നമ്മുടെ പിടിയിലല്ല നിൽക്കുന്നത്. പക്ഷേ എന്താണ്, ഈ മൂഢരും ഞാനുമായി ഈ ജയിലിൽ എങ്ങനെ പാർക്കും എന്നാണ് ഗുരു എന്താണ് അവിടെ സംസ്കൃതത്തിലും മലയാളത്തിലും തമിഴിലും ആണ് ഗുരുദേവൻ കൃതി എഴുതിയിരിക്കുന്നത് നമുക്കറിയാം. പക്ഷേ എന്താണ്, ഇംഗ്ലീഷ് വാക്കുകളും ഇതിൽ വന്നിട്ടുണ്ട്. ഏത് കൃതിയിലാണ് പറയാമോ? 2-3 ഇംഗ്ലീഷ് പദങ്ങൾ വന്നിട്ടുണ്ട്. ആർക്കും പിടി കിട്ടിയില്ലേ? ജയിലിൽ പാർപ്പാൻ ഞെരുക്കം, ജയിൽ എന്ന പദം വന്നു. പിന്നെന്താണ്, മറ്റൊരു പദം കൂടി വന്ന്, റെയിലിൻ വേഗം ജയിക്കും, റെയിൽ എന്ന പദം വന്നു അല്ലേ. അപ്പം അതെന്താണ്, 2 ഇംഗ്ലീഷ് വാക്കുകളാണ് അവിടെ കയറി വന്നിരിക്കുന്നത്. അപ്പം അത്തരത്തിൽ ഒരു സാധകൻ്റെ മനോവിചാരങ്ങളെയെല്ലാം ശുദ്ധീകരിച്ച് സംശുദ്ധമായ ഒരു ജീവിത അഭിവൃദ്ധി ഗുരുദേവ കൃതികൾ നമുക്ക് പ്രദാനം ചെയ്യുന്നു. ഇത് പഠിക്കാൻ എന്താണ്, മരുത്വാമലയിൽ പോയി തപസ്സനുഷ്ഠിക്കേണ്ട, അത്യധികമായ ത്യാഗം ചെയ്യേണ്ട. ഇത് സന്യാസിമാർക്കുള്ളതല്ല, ലോകത്തെല്ലാവർക്കും ഉള്ളതാണ്. ലോകത്തെ സമസ്ത ചരാചരങ്ങൾക്കും പെയ്യുന്ന അമൃതാണ് ഗുരുദേവൻ്റെ കൃതി എന്ന് പറയുന്നത്. അപ്പോൾ മഴ പെയ്താൽ, അർദ്ധനാരീശ്വര സ്തവം ചെയ്ത് മഴ പെയ്തപ്പോൾ എന്താണ്, ആ വെള്ളം ലഭിച്ചത് എല്ലാവർക്കും കൂടിയാണ്, ഒരു മനുഷ്യന് മാത്രമല്ല. മറിച്ച് എന്താണ്, നമുക്കിവിടെ ദാഹിച്ചു, വെള്ളം വന്നു അല്ലേ, ബോട്ടിൽ വെള്ളം കുടിച്ചു, പകുതി കുടിക്കാതെയൊക്കെ എന്താണ് അവിടെ നമ്മളിട്ടു. നമുക്ക് ദാഹിച്ചാൽ എന്ത് ചെയ്യും, ഉടനെ കുപ്പിയിൽ മിനറൽ വാട്ടർ വാങ്ങി കുടിക്കും, ദാഹം ശമിപ്പിക്കും. പക്ഷേ ഒരു ചെറു ജീവിക്ക് ഒരു ദാഹം വന്നാൽ, ഒരു തുമ്പിക്ക് ദാഹം വന്നാൽ, ഒരു കുരുവിക്ക് ദാഹം വന്നാൽ അതെവിടെ നിന്ന് പോയി വെള്ളം മേടിച്ച് കുടിക്കും? ഒരു കുപ്പി വെള്ളം വാങ്ങാൻ അതിന് നിവൃത്തിയുണ്ടോ? 15 രൂപ തുമ്പിയുടെ കയ്യിലെടുക്കാനുണ്ടോ? ഇല്ല. കുരുവിക്ക് 15 രൂപയുണ്ടോ? ആര് കൊടുക്കും? ഈ പ്രപഞ്ചത്തോട് അവർ യാചിക്കും അല്ലേ. ആ ഒരു മഴ പെയ്തെങ്കിൽ മാത്രമേ ഇവിടെ ജീവിക്കുന്ന സസ്യജാലങ്ങൾക്കും പക്ഷി മൃഗാദികൾക്കും എന്താണ്, ചെറുജീവികൾക്കും എറുമ്പിന് പോലും ജലം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ചെറുജീവിയെപ്പോലും പരിഗണിക്കുന്നതാണ് ഗുരുദേവൻ്റെ ദർശനം. ഒരു വീട് എറുമ്പിനും വരുത്തരുതെന്ന് പറയുമ്പോൾ എന്താണ്, ആ എറുമ്പിനെ അവിടെ പരിഗണിക്കുകയാണ്. നിങ്ങളെല്ലാവരും ജീവിക്കുമ്പോൾ ഈ പാവങ്ങളായ എറുമ്പ് തുടങ്ങിയ ജീവിജാലങ്ങളെ പോലും എന്താണ്, നിങ്ങളൊന്ന് നോക്കിക്കൊള്ളണം അല്ലേ. രാവിലെ ചായ തിളപ്പിക്കുമ്പോൾ, ധൃതിയിട്ട് ചായ തിളപ്പിക്കുമ്പോൾ എന്താണ്, പഞ്ചസാരയിലൊന്ന് നോക്കണേ എന്നാണ് ഗുരു പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു ഉറുമ്പുണ്ടോ അല്ലേ, അവൻ്റെ ജീവിതത്തെ എന്താണ് നമ്മൾ അഹമിത്യാജ്യം ജുഹോമിയാക്കി ചായയിലേക്ക് ഇടരുത് അല്ലേ. ചിലർ പറയും എന്താണ്, ഉറുമ്പിനെ ഇട്ട് കുടിച്ചാൽ കണ്ണ് തെളിയാൻ നല്ലതാണെന്ന്, കണ്ണിന് കാഴ്ചശക്തി കിട്ടുമെന്ന് പറഞ്ഞ് പുതിയൊരറിവാണെന്ന് പരീക്ഷിക്കണമല്ലോ. അപ്പോൾ ആ ഉറുമ്പിന് ജീവിക്കാനുള്ള ഒരു സെക്കൻഡ് കൊടുത്താൽ അവൻ അപ്പോഴേ തട്ടിപ്പടഞ്ഞെന്താണ്, അവൻ്റെ പ്രാണനെ കൊണ്ട് പഞ്ചസാരയിൽ നിന്ന് രക്ഷപ്പെടും. ഞാൻ അറിയാതെ കയറിയതാണ് അമ്മച്ചി, എന്താണ് എന്നെ കൊല്ലരുതെന്ന് പറഞ്ഞിട്ട് ആ ഉറുമ്പ് ഓടി രക്ഷപ്പെട്ടുകൊള്ളും. അതിനൊരവസരം നിങ്ങൾ കൊടുത്ത് ചായ ഉണ്ടാക്കി സന്തോഷമായി കുടിക്കും. അപ്പോൾ ഉറുമ്പിനെയും പരിഗണിക്കുന്നതാണ് ഗുരുദേവൻ്റെ ദർശനം. ഗുരു പറയുന്നതാണ്, ഈ നഗരം, ഈ ലോകം മുഴുവൻ വൃത്തികെട്ട പട്ടണങ്ങൾ മെനഞ്ഞു കൂട്ടിക്കൊണ്ട് കല്ലും ഇരുമ്പും കൽക്കരിയും ഒക്കെ കൊണ്ട് നിറയ്ക്കുന്ന ആരാണ്? വൃത്തികെട്ട പട്ടണങ്ങൾ കൂട്ടി നെയ്തുണ്ടാക്കുന്ന ആരാണ്? ഈ മനുഷ്യനാണ് അല്ലേ. അനുകമ്പാമൂർത്തിയായ ഗുരുദേവൻ പരിതപിക്കുന്നു, ഈ മനുഷ്യരാശി ഒന്നടങ്കം വെന്തു വെണ്ണീറായി പോയിരുന്നെങ്കിൽ മറ്റു ജീവികൾക്ക് അവരുടെ ജന്മാവകാശമായ ശാന്തിയും സമാധാനവും അനുഭവിക്കാൻ സാധിക്കുമായിരുന്നു. മനുഷ്യന് വേണ്ടി ഇത്രയേറെ ചെയ്ത മഹാഗുരുവാണ് പറയുന്നത്, ഈ മനുഷ്യരാശി എന്ന്. മറ്റ് മൃഗങ്ങളുടെ അവസ്ഥ ആലോചിച്ചാൽ ഈ മനുഷ്യരാശി വെന്ത് വെണ്ണീറായി പോയെങ്കിൽ അവർക്കുള്ള ജന്മാവകാശമായ ശാന്തി അവരനുഭവിക്കുമായിരുന്നു. ഇന്ന് ലോകത്തെ യുദ്ധങ്ങൾ കൊണ്ടും കോലാഹലങ്ങൾ കൊണ്ടും ലോകത്തെ തന്നെ നശിപ്പിക്കുന്ന മഹാശക്തിയായി തീരുന്ന, പൈശാചിക ശക്തിയായി തീരുന്നതാരാണ്? മനുഷ്യശക്തി തന്നെയാണ്. അവനൊന്ന് സ്വിച്ചിട്ടാൽ, ഒരു ബട്ടൺ അമർത്തിയാൽ ലോകം മരുഭൂമിയായി തീരും.
ഒരു ജീവി പോലും, ഒരു പുല്ല് പോലും ഇവിടെ കുരുക്കില്ല. അത്തരത്തിൽ ലോകത്തെ മനുഷ്യന് ഒരു നിമിഷം കൊണ്ട് ചുടുകാടാക്കി മാറ്റാൻ പറ്റുന്ന ഈ ആധുനിക യുഗത്തിന് ശാന്തി പകരുവാനുള്ള ശക്തി സ്രോതസ്സ് എന്ന് പറയുന്ന ഏത് മാത്രമാണ്? ഗുരുദേവൻ്റെ കൃതികൾ മാത്രമാണ്. ഗുരു നമുക്ക് പകർന്നു നൽകിയ ദിവ്യ ഔഷധം മാത്രമാണ്. നമ്മൾ അവതാരങ്ങളെ പ്രതീക്ഷിക്കുന്നു. സംഭവാമി യുഗേ യുഗേ. ഇനിയിപ്പോൾ ഗുരു വന്നു, ഇനി മറ്റൊരവതാരം ഇനി വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എപ്പോഴും ഇല്ല. രണ്ടാഴ്ച കൂടുമ്പോൾ അവതരിക്കാൻ ആൾ വരില്ല. എപ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്? യുഗേ യുഗേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ യുഗത്തിൻ്റെ ആരംഭത്തിൽ എന്താണ്? ഈ യുഗത്തിൻ്റെ ആദ്യത്തേതും അവസാനത്തേതുമായ അവതാരം വന്ന് പോയി കഴിഞ്ഞു. ഈ യുഗത്തിന് വേണ്ടുന്നതെല്ലാം നൽകിക്കഴിഞ്ഞു. ആ അവതാരമായ ഗുരുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ യുഗത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച്, കാലഘട്ടത്തിൻ്റെ മാറ്റം അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത്. അതിനെയാണ് ശ്രീനാരായണ ധർമ്മ പരിപാലനം എന്ന് പറയുന്നത്. നമുക്കെല്ലാം ഈ നിലവറ തുറന്ന് പത്മനാഭസ്വാമി നിധിയെടുത്ത് നമുക്ക് നൽകിയാലുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ക്ഷേത്ര ദർശനത്തിന് പോയപ്പോൾ ആ നിലവറ തുറന്ന് അവിടെ ഇരിക്കുന്ന ദൈവം നേരിട്ടിറങ്ങി വന്ന് അതിൽ നിന്ന് കുറേ ഇത് ഓർത്തിട്ട് തന്നെ എന്താണ് രോമാഞ്ചുണ്ടാകും. മാലയും വളകളും വാരി അവിടുത്തെ പത്മനാഭസ്വാമി നമുക്ക് തന്നു എന്ന് കരുതുക. എല്ലാവർക്കും സന്തോഷമാകും അല്ലേ? പിന്നെ ജീവിക്കാൻ ഒന്നും വേണ്ട. അതിനെ നമുക്ക് പരിപാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? അവിടെ നിന്ന് രത്നവും മുത്തുമൊക്കെ തന്നു നമ്മൾ പേഴ്സിലൂടെയൊക്കെ വെച്ച് കൊണ്ടുപോയി കള്ളന്മാരെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോയെങ്കിലോ? പരിപാലിക്കാൻ പറ്റുന്നത് ആരുടെ കുഴപ്പമാണ്? സാക്ഷാൽ ഈശ്വരൻ തന്നെ എന്താണ് എല്ലാ ജ്ഞാനരത്നങ്ങളും ഈ ലോകത്തിന് വേണ്ടി നമുക്ക് വേണ്ടി തന്നിട്ടും അതിൻ്റെ മൂല്യം അറിയാതെ, അതിൻ്റെ മഹത്വം അറിയാതെ അത് നമുക്ക് പരിപാലിച്ചു കൊണ്ടുപോകുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ദുഃഖം. അപ്പോൾ ഗുരു നമുക്കെല്ലാം നൽകിയെങ്കിലും അതിനെ കാത്തു സൂക്ഷിച്ച് നമുക്ക് പരിപാലിച്ച് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുമ്പോഴാണ്, ആ രത്നത്തെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ എന്താണ് മാലയായും മോതിരമൊക്കെയായി അത് പണി കഴിപ്പിച്ച് നമുക്ക് അണിയാൻ സാധിക്കുമ്പോഴാണ് ആ ജ്ഞാനത്തിൻ്റേതായ ശോഭ നമ്മൾക്കുണ്ടാകുന്നത്. അതിനെ എന്താണ് ആർക്കോ കൈവിട്ട് കൊടുത്തിട്ട് നമ്മളിരുന്ന് പരിതപിക്കുന്നു അല്ലേ? സ്വന്തം വീട്ടിൽ രത്നമുള്ളപ്പോൾ, സ്വന്തം കയ്യിൽ രത്നമുള്ളപ്പോൾ അതിനെ അനുഭവിക്കാൻ സാധിക്കാതെ മറ്റാരോ തട്ടിക്കൊണ്ടുപോയിട്ട് വിലപിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിയെങ്കിൽ അതിന് ഉത്തരവാദികൾ ആര് തന്നെയാണ്? നമ്മൾ തന്നെയാണ്. ഈ യുഗത്തിൻ്റെ അവതാരം വന്ന് ലോക നന്മയ്ക്കായി എല്ലാം നമ്മളിലൂടെ ലോക നന്മ ഭവിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ ഈ കുലത്തിൽ തന്നെ എന്താണ് അവതരിച്ച്, ഈ സമൂഹത്തിൽ അവതരിച്ച് യദുകുലെ പണ്ടെന്ന പോൽ ഈഴവന്മാരിൽ സ്വാമി പിറന്നു എന്ന് പറയും അല്ലേ? യദുകുലത്തിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് ജനിച്ച് നടനമാടിയതുപോലെ ഈ കുലത്തിൽ എന്താണ് ഗുരു വന്ന് പിറവിയെടുത്തുവെങ്കിലും ഗുരു ആരുടെ മാത്രമല്ല? ഈ കുലത്തിൻ്റെ മാത്രമല്ല, ഗുരു ലോകത്തിൻ്റേതാണ്. എങ്ങനെയാണോ ശ്രീകൃഷ്ണൻ ലോക ഗുരുവായിരിക്കുന്നത്, എങ്ങനെയാണോ ശാക്യവംശത്തിൽ ജനിച്ച ശ്രീബുദ്ധൻ ലോക ഗുരുവായിരിക്കുന്നത്, അതുപോലെ ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തിൻ്റെ സ്വത്താണ്. പക്ഷേ ആ ഗുരുധർമ്മത്തെ എല്ലാവരിലേക്കും എത്തിക്കുവാനുള്ള പരമഭാഗ്യമാണ് നമുക്ക് വന്നു ചേർന്നിരിക്കുന്നത്. നമ്മുടെ ഗുരുവിൻ്റെ മഹത്വത്തെ എന്താണ് ലോകം മുഴുവൻ വാഴ്ത്തുമ്പോൾ അല്ലേ? വത്തിക്കാനിൽ സർവമത സമ്മേളനത്തിന് പോയപ്പോൾ യാതൊരു തടസ്സവുമില്ലാതെ എല്ലാവരെയും പ്രവേശിപ്പിച്ചു. ഒരു സെക്യൂരിറ്റി ചെക്കിങ്ങും ഇല്ലാതെ, പരിശോധിക്കാതെ എന്താണ് ആ ഹാളിലേക്ക് എത്ര ചെക്കിങ് കഴിഞ്ഞ് വേണം പോപ്പിൻ്റെ അരികിലെത്തുവാൻ. പക്ഷേ അവിടെ ആരെയും പരിശോധനയ്ക്ക് വിധേയമാക്കിയില്ല. ഒരു സിഖ് മത പണ്ഡിതൻ വാളുമായിട്ട് വന്നു. അവരുടെ കയ്യിൽ എപ്പോഴും എന്താണ് ഈ വാളുണ്ടായിരിക്കും അല്ലേ? വലിയൊരു വാളുമായിട്ട് വന്നു. അദ്ദേഹത്തെയും വാളോടുകൂടി തന്നെ അകത്തേക്ക് കയറ്റിവിട്ടു. പക്ഷെ ഒരിക്കലും എന്താണ് രാഷ്ട്രത്തലവന്മാരെത്തിയാൽ പോലും അവിടെ പരിശോധനയ്ക്ക് ശേഷമേ കയറ്റൂ. പക്ഷേ എന്താണ് കഴിഞ്ഞ സമ്മേളനത്തിലും വന്ന് പ്രസംഗിച്ചു, തമിഴ്നാട്ടിൽ നിന്ന് വന്നവർ പ്രസംഗിച്ചു. അവർക്കെല്ലാം അതിശയമായി. എത്രയോ തവണ ചെന്നിട്ടും പരിശോധന കൂടാതെ അവിടെ കയറ്റണമെങ്കിൽ എന്താണ് ആ മഹാഗുരുവിൻ്റെ മഹത്വം എന്ന് അവർ വായിച്ചറിഞ്ഞിരിക്കുന്നു അല്ലേ? സർവമത സമ്മേളനം എന്താണ്, ഗുരു മുന്നോട്ട് വെച്ച ആശയം എന്താണ് എന്ന് ലോക ക്രൈസ്തവ സമൂഹത്തിൻ്റെ അധിപനായ പോപ്പ് പോലും മനസ്സിലാക്കിയിരിക്കുന്നു. അന്ന് അദ്ദേഹം
അവിടെ സംസാരിച്ചത് ക്രിസ്തുദേവനെക്കുറിച്ചല്ല. സ്ഥിരം യുഗങ്ങളായി ക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുന്ന പ്രഘോഷിക്കുന്ന ആ വത്തിക്കാൻ അരമനയിൽ ആ അകത്തളത്തിൽ അന്ന് മുഴങ്ങിയത് ആരുടെ സന്ദേശമാണ്? ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ചാണ് അന്ന് പോപ്പ് അവിടെ മുഴുവൻ സമയവും സംസാരിച്ചത്. ക്രിസ്തുവിനെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞില്ല. അവസരത്തിൽ നമ്മളുടെ ഇടയിലേക്ക് ശിവഗിരിയിലെ സന്യാസിമാരും ഭക്തന്മാരും ഇരിക്കുന്ന ആ വേദിയിലേക്ക്, ഈ നടുക്ക് ഭാഗത്തേക്ക് അദ്ദേഹം തൻ്റെ സിംഹാസനം 2 ആളുകളെ വിളിച്ച്, ഭടന്മാരെ വിളിച്ച് ആ സിംഹാസനം 4 പേര് പിടിച്ച് അവിടെ കൊണ്ടിരുത്തി ആ സിംഹാസനം അവിടെ ഇട്ടിട്ടെന്താണ്, പോപ്പ് സ്വയം വന്ന് ആ സിംഹാസനത്തിലിരുന്ന് എല്ലാവരോടും ഒപ്പം ചിത്രമെടുത്തു. ഇതൊരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. ലോക ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഒരു പോപ്പും ചെയ്യാത്തൊരു കാര്യമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ചെയ്തത്. കാരണം എന്താണ്? ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനം നമ്മളെ പഠിപ്പിക്കുന്നത് ആ സമത്വമാണ്. എല്ലാവരും, എല്ലാ ജനതയും, എല്ലാ മനുഷ്യരും ഒന്നാണ് എന്ന ആ ഏകത്വ ദർശനമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അവിടെ കാണിച്ചു തന്നതാണ്. എല്ലാ മനുഷ്യരും ഒന്നാണ്, തുല്യരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരുമിച്ചിരുന്ന് ഫോട്ടോ എടുക്കാൻ അനുവദിച്ചു. അത്തരത്തിൽ ലോക സമൂഹമാകെ ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹിതമായ ദർശനത്തിൻ്റെ മൂല്യം, ഇതിനൊരു അപൂർവതയുണ്ടല്ലോ, മറ്റാരും പറയാത്തതാണല്ലോ, മറ്റു വേദഗ്രന്ഥങ്ങളിലോ ഉപനിഷത്തുകളിലോ ഒന്നും പറയാത്ത, ഒരു മതത്തിലും ദർശിക്കുവാൻ സാധിക്കാത്ത ഒരു അപൂർവമായ ഒരു ചൈതന്യ വിശേഷം ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനത്തിൽ ആകെ നിറഞ്ഞു പ്രകാശിക്കുന്നു. 2 പേരും പറയുന്നത് അദ്വൈതമാണ്. ശ്രീ ശങ്കരാചാര്യൻ പറഞ്ഞതും ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതും അദ്വൈത ദർശനമാണ്. പക്ഷേ എന്താണ്? രണ്ടും 2 അദ്വൈതമാണ് അല്ലേ? ഭാവാദ്വൈതം സദാ കുര്യാത്, ക്രിയാദ്വൈതം ന കുത്രചിത് എന്നാണ് അദ്വൈത ദർശനത്തെ ശങ്കരാചാര്യർ വ്യാഖ്യാനിച്ചത്. ഭാവാദ്വൈതം സദാ കുര്യാത്, നമ്മളെല്ലാവരും ഒരേ ഒരാത്മസത്തയാണ്, എല്ലാവരും എന്താണ്? ആത്മാവിൽ ഒന്നാണെന്ന് എപ്പോഴും നമ്മൾ സദാ ഭാവന ചെയ്തുകൊണ്ടേയിരിക്കണം. പക്ഷേ എന്താണ്? ക്രിയാദ്വൈതം ന കുത്രചിത്, ഒരിക്കലും ക്രിയാദ്വൈതം ഉണ്ടാകരുത്. ഭേദചിന്ത വിട്ട് ഒരിക്കലും പ്രവർത്തിക്കരുത്. ഒരു അവർണൻ്റെ അടുത്ത് പോയിട്ട് എന്താണ്? വെള്ളം വാങ്ങി കുടിക്കരുത്. ഒരു ബ്രാഹ്മണനാണ് വരുന്നതെങ്കിൽ ദൂതന്മാരെ നിർത്തി വിളിച്ചു കൊള്ളണം. ഹോയ് 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 എന്ന് വിളിച്ച് ആളുകളെല്ലാം ദൂരെ മാറ്റിയതിന് ശേഷമേ നടന്നു പോകാവൂ. അങ്ങനെ ദിഗ്വിജയം നടത്തി നടന്നുപോയ ശങ്കരാചാര്യ മുമ്പിലേക്ക് ആര് വന്നു? ഒരു 4 വേട്ടപ്പട്ടിയുമായിട്ട് ഒരു ചണ്ടാളൻ വന്നു അല്ലേ? ചണ്ടാളൻ ശിവനാണെന്ന് പിന്നീട് പറയുന്നു. ശിവനാണോ അല്ലയോ എന്ന് നമുക്കറിയാൻ സാധിക്കില്ല. പക്ഷേ എന്തായാലും ഒരു ചണ്ടാളൻ അവിടെ വന്നു. 4 പട്ടി ഉണ്ടായിരുന്നു അല്ലേ? എന്താണ്? അദ്ദേഹത്തോട് മാറാൻ പറഞ്ഞപ്പോൾ ചണ്ടാളൻ ധൈര്യപൂർവ്വം ചോദിച്ചു, എന്താണ്? ആരാണ് മാറേണ്ടത്? ദേഹം മാറണമോ ദേഹി മാറണമോ? അദ്വൈതിയായ ശങ്കരന് എന്ത് പറ്റി? അവിടെ ഉത്തരമില്ല. ദേഹവും ദേഹിയും ഇതിലാരാണ് മാറേണ്ടത്? ദേഹമാണെങ്കിൽ ഒരിക്കലും സത്യമല്ല എന്ന് നശിച്ചു പോകുന്നതാണ്. ആർക്കാണ് അശുദ്ധി എന്നാണ് അവിടെ ചോദിക്കുന്നത്. അശുദ്ധമായ ദേഹമാണ് മാറേണ്ടതെങ്കിൽ ചണ്ടാളനായ ദേഹവും ദ്വിജനായ നിൻ്റെ ദേഹവും എന്താണ്? തത്വത്തിൽ ഒന്ന് തന്നെയാണ്. തൊലിയും എലുമ്പും മലം ദുരന്തവന്ത കലകളാണ് ബ്രാഹ്മണനായ നിൻ്റെ ശരീരത്തിൽ നിറഞ്ഞിരിക്കുന്നത്, എൻ്റെ ശരീരത്തിൽ നിറഞ്ഞിരിക്കുന്നത്. 2 അശുദ്ധമാണ് അല്ലേ? മാറണമെങ്കിൽ 2 പേരും മാറണം. അപ്പോൾ അശുദ്ധ ദേഹത്തിൽ നിന്ന് അശുദ്ധമായ ഈ ദേഹം മാറ്റിയാൽ ശുദ്ധി ഉണ്ടാകുമോ? 2ഉം അശുദ്ധമാണ്. പക്ഷെ എന്താണ്? ദേഹിയാണ് മാറേണ്ടതെങ്കിൽ, ആത്മാവാണ് മാറേണ്ടതെങ്കിൽ ബ്രാഹ്മണനായ നിൻ്റെ ഉള്ളിലിരിക്കുന്നതും എൻ്റെ ഉള്ളിലിരിക്കുന്ന നിത്യശുദ്ധബുദ്ധമായ ഒരേ ഒരു ആത്മസത്തയാണ്. ഇതിൽ ആരാണ് മാറേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അദ്വൈതത്തിൽ ദിഗ്വിജയം നടത്തിയ ശ്രീശങ്കരന് അവിടെ ഉത്തരവില്ലാതെയായിപ്പോയി. അവിടെ വീണ് നമസ്കരിച്ചു. ചണ്ടാളോസ്തു ദ്വിജോസ്തുമേ ഗുരുരുത്യേഷ മനീഷ മമ. അങ്ങനെയാണ് മനീഷ പഞ്ചകം ഉണ്ടാകുന്നത്. നമ്മുടെ ചണ്ടാളനെ ശങ്കരാചാര്യ ദീർഘദണ്ഡ നമസ്കാരം ചെയ്യുകയാണ്. അത്തരത്തിലുള്ള ആ അറിവിൻ്റെ ആത്മബോധത്തിൽ നിന്നുകൊണ്ടാണ് ലോകത്തുണ്ടായിരിക്കുന്ന എല്ലാവിധമായ അജ്ഞാനം മൂലമുള്ള ദുരാചാരങ്ങൾക്കും ഗുരു ശാന്തി വരുത്തിയത്. ആ ശാന്തിയുടെ സമാധാനത്തിൻ്റെ മേഖലയിലേക്കാണ് എന്താണ്? ധ്യാനത്തിലൂടെ മനനത്തിലൂടെ ഗുരുദേവൻ്റെ കൃതികൾ കൊണ്ടുപോകുന്നത്. നാരായണീയം വളരെ കഷ്ടപ്പെട്ടെന്താണ് പഠിച്ച് പാരായണം ചെയ്ത ക്ഷേത്രങ്ങളിലൊക്കെ നാരായണീയം പാരായണം ചെയ്യുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്. മേൽപ്പത്തൂരിൻ്റെ നാരായണീയത്തിൽ വളരെ ഭക്തിയുണ്ട്. ഈശ്വരനുമായിട്ട് നമുക്ക് അടുപ്പം ഉണ്ടാകും, ഭാഷാശുദ്ധി ഉണ്ടാകും, ഒട്ടേറെ നല്ല കാര്യങ്ങൾ നാരായണീയത്തിൽ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്താണ്? ആത്മോപദേശ ശതകത്തിന് തുല്യം ആത്മോപദേശ ശതകം മാത്രമേ ഉള്ളൂ.
അതിൻ്റെ മഹിമ എന്താണ്? ഗുരു സമ്മതിക്കുന്നത് ഈ യുഗത്തിൽ ജീവിക്കുന്ന ആധുനിക മനുഷ്യനോടാണ്. അതിൽ ഭക്തി മാത്രമല്ല, മറ്റുള്ളവരോടെങ്ങനെ പെരുമാറണമെന്ന്, മറ്റു മതങ്ങളെ നമ്മളെങ്ങനെ നോക്കിക്കാണണമെന്നും അയൽവക്കക്കാരോടെങ്ങനെ പെരുമാറണമെന്ന് ആത്മോപദേശത്തിൽ ഗുരു പറയുന്നുണ്ട്. എങ്ങനെയാണ്, എന്ത് ചെയ്യണമെന്നാണ്? അയൽ തഴപ്പതിനായി അതിപ്രയത്നം നയമറിയും നരനാചരിച്ചിടയണം. അല്ലേ? അയൽവക്കം എന്താണ്? തഴച്ചു വളരുന്നതിനാണ് പ്രയത്നിക്കേണ്ടത്. അപ്പോൾ എന്താണ്? നമ്മുടെ ചുറ്റുവട്ടം ജീവിക്കുന്ന സഹജീവികൾ, നമ്മളോടൊപ്പം ജീവിക്കുന്ന ജീവികൾ, മറ്റു മതത്തിലുള്ളവർ എല്ലാവരോടും എങ്ങനെ ജീവിച്ചുകൊണ്ട് ഈ ഭൂമിയെ എങ്ങനെ സ്വർഗമാക്കാം എന്നാണ് ഗുരുദേവൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആത്മോപദേശ ശതകത്തിൻ്റെ പാരായണ സമിതികൾ രൂപീകരിച്ച ആത്മോപദേശ ശതകം പ്രചാരം സിദ്ധിക്കുകയാണെങ്കിൽ എന്താണ്? ലോകത്തിന് സംഭവിക്കുന്ന മഹത്തായ അറിവിൻ്റെ നിറവ് നമ്മളൊന്ന് ധ്യാനിക്കാം, അല്ലേ? നമ്മളൊക്കൊന്ന് മനനം ചെയ്യാം. എങ്ങനെയാണ്? നിലമുടുനീരതുപോലെ കാറ്റുതീയും വിളിയുമഹങ്കൃതി വിദ്യയും മനസ്സും അലകളും ആഴിയുമെന്നു വേണ്ട എല്ലാ ഉലകുമുയർന്ന് അറിവായി മാറിടുന്നു. എല്ലാ ഉലകുമുയർന്ന് അറിവായി മാറിടുന്നു. നമ്മൾ മാത്രമല്ല, നമ്മൾ കാണുന്ന സമസ്ത ദൃശ്യജാലവും ഉയർന്ന ആത്മബോധമായി അറിവായി മാറിടുന്നു. ആ അറിവിൻ്റെ പ്രകാശം തന്നെയാണ് ശാരദാ പ്രതിഷ്ഠയിലൂടെ ഗുരു നമുക്ക് നൽകുന്ന ആ അറിവിൻ്റെ പ്രകാശത്തെ വീണ്ടും വീണ്ടും നമുക്ക് സംശീകരിക്കാം. ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രുതാനാം ശുദ്ധിഹേതവേ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ ഭഗവതേ നിത്യശുദ്ധമുക്തമഹാത്മനി നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീഗുരവേ നമഃ. മഹനീയചരിത്രായ മമതാരഹിതാത്മനി നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീഗുരവേ നമഃ. ശിശിരീകുർവദേ ശാന്തൈകടാക്ഷൈ ശിഷ്യസഞ്ജയാൻ ബ്രഹ്മവിദ്യാഗോവിദായ തസ്മൈ ശ്രീഗുരവേ നമഃ. വാദിനാം വാദിനി വാജമ്യമാനാം മൗനഭാജിനി സർവലോകാനുരൂപായ തസ്മൈ ശ്രീഗുരവേ നമഃ. യസ്യ നഃ കൽപ്പതേ സിദ്ധൈവാദാംബുജരജോലവ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീഗുരവേ നമഃ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചു കൊള്ളുക. ആരതി. ഓം നമോ നാരായണായ. 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 ഓം തസ്സദ്. ശ്രീനാരായണ ഗുരുവർപ്പണമസ്തു.